40 പഴമുള്ളൂ, 5 എണ്ണം കുറവാണ്. കുറവുണ്ടാ? എങ്കി അത് മതി. ഞാൻ പറൂച്ചന്തേ പോയി ആന്ത്രോസിനോട് ചോദിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, അനക്ക് മുങ്ങാനല്ലേ. ചെറായി മുങ്ങിയ നീ ആലുവേ പൊങ്ങുന്ന ജാതിയാ, അവിടെ നിന്നാ മതി. ഇവിടെ 555 ഉണ്ടോ? എന്തുട്ടാ? 555 സിഗരറ്റ് ഉണ്ടോ? അയ്യോ, അത് ഇവിടെ ഇല്ല. ബിൽസോ ചാർമിനറോ തരാം. വാട്ട്? ചാർമിനറോ? 555 ഇല്ലാതെ ഇവിടുത്തെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു? അവന്റെ ഉമ്മാടെ ഒരു 555 ദുബായി പോയി ആകാശത്ത് പെയിന്റ് അടിക്കലാണ് തൊഴിലെന്നും പറഞ്ഞ് വന്നേക്കാണ്. ഹിമാറ്. പാപ്പോ, കോഴിമുട്ട തീർന്നു പോയി പാപ്പ. മുട്ട വാങ്ങാൻ പോയാലേ നീ മുങ്ങും. കടയിലിരുന്ന് അനക്ക് ശ്വാസം മുട്ടും അല്ലേ? അവിടെ നില്ലട നമുക്ക്. അനക്ക് തെക്ക് വടക്ക് തെണ്ട് നടക്കാനാ? പാപ്പോ, എന്തോ? എനിക്ക് വയറുവേദന എടുക്കണ വാപ്പ. ഹലാക്കേ, നീ കള്ളം പറയരുത്. വാപ്പ ഒരു വാപ്പയാണ് വാപ്പ. വാപ്പ വാപ്പാന്ന് വിളിച്ചോണ്ടൊന്നും വാപ്പ വാപ്പയാവൂല വാപ്പ. വാപ്പാടെ വാപ്പാനെ പോലത്തെ വാപ്പയാണ് വാപ്പ വാപ്പ. അല്ലാതെ വാപ്പാനെ പോലത്തെ വാപ്പാനെയൊക്കെ വാപ്പാന്ന് വിളിക്കണ എന്നെ വേണം വാപ്പ വാപ്പാന്ന് വിളിക്കാൻ, അല്ലേ വാപ്പ? നിജന്റെ കൈ മേടിക്കരുത്. ഉമ്മാണ് സത്യം. ഇപ്പൊ പോയില്ലെങ്കിൽ ഇവിടെ ഒക്കെ ബേജാറാക്കും. ആ പോയരഴുക്ക് നീടാ. അവിടേക്ക് ഇരുന്ന് ആളുകൾ കാണും പാപ്പ. ആളുകൾ കണ്ട എനിക്ക് വരൂല. എന്നാ എവിടെങ്കിലും പോടാ ബലാലെ. വാപ്പയാണ് വാപ്പ വാപ്പ, നല്ല വാപ്പ. ആരാടാ എന്റെ പോസ്റ്റ് വലിച്ചേറിയത്? അതുകൊള്ള എന്റെ ഭിത്തിയെ കൊണ്ടൊന്ന് പോസ്റ്റ് ഒട്ടിച്ചോ പോരാ, ഞാൻ ഇനി അതിന് കാവലും നിൽക്കണം. തന്നോടല്ല ചോദിച്ചത്. എത്ര കഷ്ടപ്പെട്ട് ഞാൻ എഴുതി ഓടിക്കാണെന്ന് അറിയോ? ഏതാണ് എത്ര സോക്കേട്? നീയൊക്കെ എന്നോട് എന്റെ പോസ്റ്റ് വലിച്ചേറിയത്? അതേടാ, ഇപ്പൊ ഒന്ന് കീറി. അതിനിപ്പോ എന്ത് വേണം? എടാ, ആ പണിക്കര് മുതലാളിയുടെ അലവിലാതി സന്തതി തീർത്തനുണ്ടല്ലോ മുരളി, അവന്റെ പിൻബലം ഉണ്ടെന്ന് വെച്ച് തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ, അടിച്ചതിന്റെ ഒക്കെ മോന്നല് ഷേപ്പ് ചെയ്യാൻ പറ്റുകളെ. നീ അടിക്കുവാടാ. അങ്ങനെ ഒരുത്തനെ പിടിച്ചീർത്തി അടിക്കണ്ട. അന്തസ്സുണ്ടെങ്കിൽ ഒറ്റക്കൊറ്റ കടിയടാ. അമുക്കളെ സംഗീത പമകരി തങ്കത്തുങ്ക തതിങ്കിണ ധിംഗൃത ധിമികിട മേളം. ഞങ്ങൾ ഒട്ടിച്ച പോസ്റ്റർ വലിച്ചു കീറാൻ നീയാരാടാ? രാജാവിന്റെ മോനിലെ വിൻസൺ തോമസാ. അങ്ങനെ ഒട്ടിക്കടാ ഒട്ടിക്കടാ. അവന് പശ കൊടുക്കടാ. ഓടറാ അവന്. തേക്കടാ തേക്കടാ തേക്കടാ. അങ്ങനെ നല്ല വൃത്തിയായിട്ട് തേക്ക്. തേക്കടാ. എങ്ങനെയുണ്ട്? മതിയാ? ഒട്ടിക്കടാ, നേരെ ഒട്ടിക്കടാ. പൊട്ടക്കടാ. ഇത് മറന്നു പോരുത് കേട്ടാ. ഹരി, നിനക്കൊന്നും പറ്റില്ല. എന്തിനാ ഹരി വെറുതെ വഴക്കുണ്ടാക്കുന്നേ? വന്നല്ലോ മഹാത്മാഗാന്ധി. അവന്മാര് പോക്കത്തരം കാണിച്ചോ പോരാ, പിന്നെ എന്നെ അവരെ തല്ലും കൊള്ളണം. അല്ലോ എടാ, ഹരി നിന്നോടൊരു കാര്യം പറയാൻ വന്നാണ് ഞാൻ. മറന്നു. വാ എല്ലാരും വാ. എടാ, പണിക്കര മുതലാളിയുടെ മോൻ മുരളിയും നിന്റെ മുറപ്പിന് രേഖയും തമ്മിലുള്ള പോക്കത്ര ശരിയാണ്? അവളെ എന്ത് വേണേ ആയിക്കോട്ടെ, ഞാൻ അവളോട് ചോദിക്കാൻ പോകുന്നില്ല. പറയാൻ നിന്നാ പിന്നെ അവക്കിട്ട് എന്റെ പൊട്ടിക്കേണ്ടി വരും. നീ പൊട്ടിക്കാനും പൊളിക്കാനും ഒന്നും നിൽക്കണ്ട. അവളെ വിളിച്ചൊന്ന് ഉപദേശിച്ചാൽ മതി. ഞങ്ങൾ കുടുംബക്കാരെന്നുള്ള പ്രശ്നമാണ്. ഞാൻ അമ്മാവന്റെ വീട്ടിൽ ചെന്നു അച്ഛൻ അറിഞ്ഞ തീർന്നു. നല്ലൊരു പെങ്കൊച്ച് കാക്കവത്തി പോകണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ.
അതൊക്കെ അവിടെ നിർത്ത്. ഞാൻ വാരികയിൽ കവിതകൾ അയച്ചിട്ട് ഒരുപാട് നാളായി. യാതൊരു വിവരവും ഇല്ല. ഒന്ന് പോയി അന്വേഷിച്ചാലോ? ഇവിടെ ആനക്കാര്യം പറയുമ്പോഴാണ് അതിന്റെ ഇടയിൽ അവന്റെ ഒരു കവിത. അതെല്ലാം കണ്ട് വാ 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 വാ, എനിക്ക് സിറ്റിയിൽ പോയിട്ട് ആവശ്യമുണ്ട്, നമുക്ക് ഒന്നിച്ചു പോവാം. എന്നാ പോവാം. നീ വരുന്നോ? വരുന്നോ? കായുണ്ടോ കയ്യില്? ഇനി ഇപ്പൊ കായ ഉണ്ടെങ്കിലും ഞാനില്ല, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ. അതെന്താ? സിറ്റിയിൽ എന്ത് തിരക്കാണ്, എന്തും വേണ്ടും റോഡാണ്. ഒരു വഴി കൂടെ വരുമ്പോ വേറൊരു വഴി. ഞാനില്ല, ഞാൻ വഴിയേറ്റി പോവും. എടാ, ഞാനും ബെന്നിയും ഇത്രയും കാലം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ട് ഞങ്ങൾക്ക് വഴി തെറ്റിയില്ലല്ലോ. എടാ നമുക്കേ ആണുങ്ങൾ വഴിതെറ്റിയ കണ്ടുപിടിക്കാൻ പറ്റൂലടാ. ഒന്ന് നിർത്തടാവൂ. ആ കായിനായിരിക്കും അങ്ങനെ വഴിയുണ്ടാക്കാം. അങ്ങനെ അട്ടപ്പടലേ എന്ന് പറയട്ടെ. എടാ, മറ്റേ കൊലം കേട്ടോ. വേണ്ട വേണ്ട വേണ്ട, നീ താഴെ ഇറങ്ങി, അത് ഇളംകൊല. ഇതുകൊണ്ടെന്നാ ചെയ്യാനാ? ഇതൊക്കെ മതി. നമുക്കൊരു കാര്യം ചെയ്യാം. നിന്റെ തേങ്ങ എല്ലാം എടുത്ത് ആ തെങ്ങിനെ വേണ്ട വെച്ചോ. ഒരു കാര്യം ഞാൻ പറഞ്ഞ കൈ കാശിലാന്ന് പറഞ്ഞ കൊലച്ചു കൊടുക്കല്ലേടാ. എടാ, ഇറങ്ങി പോരെ. വാ വാ വാ, ഒന്ന് പിടിച്ചു. 1 2 ഒന്ന് 3 പിടിക്കണം. 4. ഒന്ന് നിർത്തടാ നിരണല്ലേ. ഇവിടെ വെള്ളം കുടിക്കാൻ കായില്ലായിരിക്കും. എനിക്ക് തിന്നാൻ കുറച്ച് ഞാഞ്ഞൂല് പോലത്തെ സാധനം. എന്താണ് അരി അത്? നൂഡിൽസ്. അഡിൽസ്. അത് തന്നെ, അത് കുറച്ച് നീ മേടിച്ചു. വരുന്നില്ല? ഞാനില്ല, ഞാൻ ഒരു പ്രാവശ്യം പട്ടണത്തിൽ പോയിട്ടുള്ളൂ. അന്ന് ബാപ്പാടെ കൈവരലും വന്ന് വിട്ടുപോയിട്ട് ഞാൻ പെട്ടൊരു പാട്. പിന്നെ ഉമ്മാടേയും ബാപ്പാടേയും ഭീമാപ്പള്ളിയിലൊക്കെയുള്ള നേർച്ചയുടെ ബലം കൊണ്ടാണ് ആ മീൻകാരൻ അമ്മ തന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. അതിന് ഞങ്ങളൊക്കെ ഇല്ലേ? എന്തിനാ നീ പേടിക്കുന്നേ? ഞാനില്ല, നമുക്ക് വേണമെങ്കിൽ പറൂര് പോവാം. ഓടാ വേണ്ട. ഇവന്റെ കവിത കൊടുത്തിരിക്കുന്ന എറണാകുളത്ത് പത്രമാസത്തിലല്ലേ? അതിന് പറവൂർ പോകുന്ന എന്തിനാ? നീ വാ. ഞാനില്ല, എന്തായാലും ഞാനില്ല. നിങ്ങൾ പോയിട്ട് വാ. ടാറ്റാ ടാറ്റാ. ടാറ്റാ. ആ ടാറ്റാ. ആ, ശരി. പതിനാല് നിലേ പടച്ചോനെ, ഞാൻ വിചാരിച്ച ലോകത്തിലെ ഏറ്റവും വലുത് നമ്മുടെ പണിക്കര് മുതലാളുടെ ബംഗ്ലാവായിരിക്കും എന്നാണ്. ഇത് കണ്ട? ഞാൻ നിന്നോട് അന്ന് പറഞ്ഞിട്ടില്ലേ എന്ത്? ഞാനും ബെന്നിയുടെ ബാറിൽ കയറി വെള്ളം ഒഴിച്ച് വരും? ഏയ്, എന്നോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല എന്ന് പറയുന്നത്. പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞപ്പോ പിന്നെ പറഞ്ഞില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞാലും പറഞ്ഞെന്ന് പറയരുതെന്ന് എഴുതിയിട്ട് പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞെന്നല്ല പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്ന് നിർത്തട പണ്ടാ. ആ. അവിടെ പത്രം ഓഫീസ് അടയ്ക്കും. വേമ്പോ. നടക്കട കഴുതൽ. അതോ വിടില്ല, കൂട്ടം തെറ്റും. പട്ടണത്തിലെ നാട് റോട്ടിൽ നിന്ന് ഇടറോട്ടിലോട്ട് കയറിയപ്പോ ഒരു സർവത്ത് കുടിച്ച ആശ്വാസം. ഞാൻ വിചാരിച്ച എന്റെ വിധി വല്ല വണ്ടി ഇടിച്ച് ആവാനാവുന്നു. ഇനി എന്തോരം നടക്കണോടാ നിന്റെ ഒട്ടുക്കത്ത പത്ര ഓഫീസിലേക്ക്. ആ, ഇതല്ലേ പത്ര ഓഫീസ്? അല്ലോ എടാ, ഈ കാമിനിയുടെ വീട്ടിലോട്ടൊന്നും ഞാനില്ല. അവിടെ അവളുടെ ബാപ്പേ ആങ്ങളമാരുണ്ടെങ്കിലേ പിടിച്ച് കൈനീട്ടം വെക്കും. എടാ കഴുതേ, പാപ്പ പണ്ട് പള്ളിക്കൂടത്തെ വിട്ടപ്പോഴേ അമ്പലപ്പറമ്പിൽ പോയി വട്ട് കളിച്ചു നടന്നാ എങ്ങനെ ഇരിക്കും? അക്ഷരാഭ്യാസം വേണം. നീ പോടാ പേട്ടാസറാണി. എടാ, കാമിനി എന്നുള്ള ഈ ഭാര്യയുടെ പേരാ. എന്ത് അൽഗുലത്തായാലും ശരി, ഈ പെണ്ണുങ്ങളുടെ കേസ് കെട്ടിന് ഞാനില്ല. അടി കൊള്ളാനുള്ള ശേഷി എനിക്കില്ല. തന്നെയല്ല, ഞാൻ ഈയിടെയായിട്ട് രസായനം കഴിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാ. എന്നാ നീ ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയി അതോ അന്വേഷിച്ചു. ഒറ്റക്കുന്നാ കൂട്ടം തെറ്റും. ഒരു കാര്യം ചെയ്യാം. നീയും ബെന്നിയും ഇവിടെ നിൽക്കും, ഞങ്ങൾ പോയിട്ട് വരും. ആ, നീ വന്നേ. ഉണ്ണിയുടെ ആത്മാവല്ലടേ കീറി കിടക്കുന്നത്, അതും ചവറ്റുകൊട്ടയില്. പച്ചപ്പാതിരാക്കി തേങ്ങയും മൂട്ടിച്ച് കായും മുടക്കി ജീവനും പണയം വെച്ച് ഇവിടെ വന്ന് ഈ നട്ടം തിരിയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? ആ എടാ, നിന്റെ കവിത ചവറ്റുകൊട്ടേന്ന് കിട്ടിയതാ. എന്നാലും എന്റെ മോനെ, നിന്റെ ഗതി ഇതായി പോയല്ലടാ. ഒന്ന് പോടാ. ഇത് കണ്ടോ?
എന്റെ ആദ്യത്തെ കവിത അച്ചടിച്ചു വന്നിരിക്കുന്നു. അതുപോലെ ചങ്ങമ്പുഴന്റെ കവിത ആയിരിക്കും. അങ്ങേരുടെ കവിത എടുത്ത് പാരിക്കിട്ട് കീറാവല്ലോ. ചോദിക്കാനും പറയാനും അങ്ങേരില്ലല്ലോ, മയ്യത്തായി പോയില്ലേ.